ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജ്കുമാർ പ്രശാന്തി. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഇന്ന് 10ാം ദിവസമാണ്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്യുന്ന ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാണ്. അതായത് ഭാവി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെൻസ്. ആ ടെൻസിന് പാസീവ് വോയിസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഇന്നത്തെ ഹിന്ദു പത്രമൊക്കെ നമുക്ക് നോക്കാം. എന്നാണ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ആക്റ്റീവും പാസീവും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ പത്രത്തിൽ ഉപയോഗിക്കും. അതിന് ഇന്നത്തെ പത്രം നമുക്കൊന്ന് നോക്കിക്കളയാം. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ, അതായത് 15/8/2020, ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകളും നേരുന്നു ഞാൻ. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്, 15 ആഗസ്റ്റ് 2020. ഇന്ന് ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട്. 2 പോലീസ്മെൻ കിൽഡ് ഇൻ ശ്രീനഗർ. ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത്, അത് 2 പോലീസുകാർ വേറെ ആരെയും കൊന്നതല്ല. 2 പോലീസുകാരെ വേറെ ആരോ കൊന്നു അല്ലെങ്കിൽ വധിച്ചു. അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ 2 പോലീസ്മാൻ കിൽഡ്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 2 പോലീസ്മെൻ വേർ കിൽഡ് ബൈ മിലിറ്റൻസ്. തീവ്രവാദികൾ 2 പോലീസുകാരെ കൊന്നുവെന്നാണ്. 2 പോലീസുകാർ വധിക്കപ്പെട്ടു. അപ്പോൾ 2 പോലീസുകാർ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ 2 പോലീസ്മെൻ വേർ കിൽഡ് എന്നാണ് എഴുതേണ്ടത്. പക്ഷേ നമുക്ക് പത്രഭാഷയിൽ ആക്റ്റീവും പാസീവും തിരിച്ചും മറിച്ചൊക്കെ ഉപയോഗിക്കും. 2 പോലീസ്മെൻ കിൽഡ് എന്ന് ഫ്രണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും 2 പോലീസുകാർ വേറെ ആരോ വധിച്ചതാണ്. അത് നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയുകയാണ്. ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഹെഡിങ്ങുകൾക്ക് അങ്ങനെയൊക്കെ എഴുതാനുള്ള അവകാശമുണ്ട് പത്രഭാഷ. പണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സ്വപ്ന ഡിനൈഡ് ബെയിൽ. യഥാർത്ഥത്തിൽ സ്വപ്ന വാസ് ഡിനൈഡ് ബെയിലാണ്. അതൊരു പാസീവ് വോയിസാണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസാണ്. സ്വപ്ന വാസ് ഡിനൈഡ് ബെയിൽ. അതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ ദ കോർട്ട് ഡിനൈഡ് ബെയിൽ ടു സ്വപ്ന എന്നുള്ളതാണ് സംഭവം. അതുപോലെ ഈ പത്രക്കാർക്ക് ഇങ്ങനെ എഴുതാനുള്ള അധികാരമുള്ളതുപോലെ ഈ കവികൾക്കും ഇങ്ങനൊരു സ്വാതന്ത്ര്യമുണ്ട്. അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ല പറഞ്ഞു പോകുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമറുമായിട്ട് വല്ല ബന്ധപ്പെട്ടതല്ല, എന്നാലും സമയമുള്ളതുകൊണ്ട് പറയാണ്. നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള സ്ട്രക്ചർ റൂൾസൊക്കെ ഉണ്ട്, സിൻറ്റാക്സ് ഉണ്ട്. പക്ഷേ പോയറ്റ്സിന്, കവികൾക്ക് ഈ റൂൾ ബാധകമല്ല. ലോർഡ് ടെന്നിസൻ്റെ ഒരു വിഖ്യാതമായ ഒരു കവിതയുണ്ട്, ഹോം ദേ ബ്രോട്ട് ദ വാരിയർ ഡെഡ്. ശരിക്കും അത് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന തെറ്റിച്ചാണ്. അവർ മരിച്ച സൈനികൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. ശരിക്കും ഇംഗ്ലീഷിൽ പറയേണ്ടത് ദേ ബ്രോട്ട് ഹോം ദ ഡെഡ് വാരിയർ, അങ്ങനെ വേണം പറയാൻ. പക്ഷേ ടെന്നിസൺ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ, ഹോം ദേ ബ്രോട്ട് ദ വാരിയർ ഡെഡ്. നമ്മളാരെങ്കിലും അങ്ങനെ ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. കവിക്ക്, ടെന്നിസൺ എന്ന വിശ്വവിഖ്യാത കവിക്ക് അങ്ങനെ ഉപയോഗിക്കാം ഉള്ള അവകാശമുണ്ട്. അതുപോലെ ഷേക്സ്പിയർ ഒരു വാക്യം ഉപയോഗിച്ചിട്ടുണ്ട് ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ, ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് വാൾ. ശരിക്കും നമ്മൾ ദ മോസ്റ്റ് ബെസ്റ്റ് ബുക്ക് എന്നൊന്നും പറയില്ല. മോസ്റ്റ് ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷേ അല്ല, തെറ്റിപ്പോവും. പക്ഷേ വില്യം ഷേക്സ്പിയറിന് ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ആൾ, അത് ബ്രൂട്ടസിനെ കുറിച്ച് പറയുന്നതാണ്. ബ്രൂട്ടസ് ഒരാളെ വെട്ടിയപ്പോൾ പറഞ്ഞതാണ് ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ആൾ. സീസറിനെ വെട്ടിയപ്പോൾ പറഞ്ഞതാണ് ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ആൾ. ആ സെൻറ്റൻസും ഷേക്സ്പിയറിന് പറയാം. അപ്പോൾ കവികൾക്കും പത്രത്തിൽ എഡിറ്റർമാർക്കും ഹെഡിങ്ങൊക്കെ എഴുതുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ എഴുതാം. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഭാവിയിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രക്രിയ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പറയാൻ നോക്കില്ല, ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കും ആ സംഭവം, അതിനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതുപോലെ ഭാവിയിൽ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്താൽ, ഒരു ഈവൻറ്റ് പ്ലാൻ ചെയ്താലും അതിനെയും നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഐ ഷാൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്ത ആഴ്ച വരെ ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതിന് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഐ ഷാൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ നെക്സ്റ്റ് വീക്ക്. ദേ വിൽ ബി ഗോയിങ് ടു സിഡ്നി നെക്സ്റ്റ് വീക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി മറ്റേ ഭാവിയിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എങ്ങനെ വരുമെന്ന് നോക്കാം. വെൻ യു മീറ്റ് മീ ടുമോറോ മോർണിംഗ് ഐ ഷാൽ ബി ക്ലീനിങ് മൈ ഹൗസ്. വെൻ യു മീറ്റ് മീ ടുമോറോ മോർണിംഗ്, നിങ്ങൾ എന്നെ വീട്ടിൽ കാണാൻ വരുമ്പോൾ ഐ ഷാൽ ബി ക്ലീനിങ് മൈ ഹൗസ്, അല്ലെങ്കിൽ ഐ ഷാൽ ബി വാഷിംഗ് മൈ ക്ലോത്ത്സ്. അല്ലെങ്കിൽ ബോർഡ് ശ്രദ്ധിക്കൂ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്
to denote an action which will be continuing at a specific point of time in the future. Also used for future events that are planned in the future. നേരത്തെ പറഞ്ഞതുപോലെ ഇൻ ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിനെ സൂചിപ്പിക്കാനുള്ള ഒരു ടെൻസാണ് ഈ ഫ്യൂച്ചർ ടെൻസ്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് ഭാവിയിൽ നടത്താൻ പോവുകയാണെങ്കിലും നമുക്ക് ഈ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, വെൻ യു മീറ്റ് മീ ടുമോറോ മോർണിംഗ് ഐ ഷാൽ ബി ക്ലീനിങ് മൈ ഹൗസ്. നാളെ നിങ്ങൾ എന്നെ കാണുമ്പോൾ, മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ടെൻസ് വന്നത്. വെൻ ഐ വിസിറ്റ് ദം ടുഡേ ഈവനിങ് ദേ വിൽ ബി വാച്ചിങ് TV സീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ വൈകുന്നേരം അവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു വിചാരങ്ങളാണ്. അതായത് ഇന്ന് വൈകിട്ട് അവിടെ വീട്ടിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കണം, പക്ഷേ വീട്ടിൽ പോകുമ്പോൾ അവർ TV കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അവർക്കതൊരു ശല്യമായി മാറുമോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ആ രീതിയിലുള്ള ഒരു സെൻറ്റൻസാണ്. വെൻ ഐ വിസിറ്റ് ദം ടുഡേ ഈവനിങ് ദേ വിൽ ബി വാച്ചിങ് TV സീരിയൽ. അവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്തത് ഈവൻ്റാണ്. ഫ്യൂച്ചർ, ഭാവിയിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ഈവൻ്റ്, സംഭവമാണ്. ഐ ഷാൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്ത ആഴ്ച വരെ ഇവിടെ താമസിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ താമസിക്കും എന്നുള്ള ഒരു ഈവൻ്റാണ്. ഈവൻറ്റ് വിച്ച് ഈസ് പ്ലാൻഡ് ഇൻ ദ ഫ്യൂച്ചർ. ഐ ഷാൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ നെക്സ്റ്റ് വീക്ക്. ദേ വിൽ ബി ഗോയിങ് ടു സിഡ്നി നെക്സ്റ്റ് മന്ത്. അവർ സിഡ്നിയിലേക്ക് അടുത്ത മാസം പോകുകയായിരിക്കും, അല്ലെങ്കിൽ പോകാൻ പ്ലാനുണ്ട് എന്നുള്ളതൊക്കെയാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്. ഇനി ഇതിൻ്റെ സിൻറ്റാക്സ് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഷാൽ ഓർ വിൽ. ഷാൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ, വിൽ എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ, പ്ലസ് ബി പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഏത് കണ്ടിന്യൂസ് ടെൻസ് വന്നാലും പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും കണ്ടിന്യൂസ് ടെൻസ്, ഇൻ കണ്ടിന്യൂസ് ടെൻസ് there should be present participle. Present participle എന്ന് പറഞ്ഞാൽ ING ഫോം. ഈറ്റിംഗ്, ഗോയിങ്, സ്ലീപ്പിംഗ്, സ്വിമ്മിങ്, ING ചേർക്കുന്നതെല്ലാമാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ING ചേർക്കുന്ന വെർബാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ING ചേർത്ത് അതിൽ നൗണായാൽ അത് ജിറണ്ടെന്ന് പറയും. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഓബ്ജക്റ്റ് ഇഫ് എനി, ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതെവിടെ നോക്കൂ. ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നോ പാസീവ് വോയിസ്. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. ഏതൊക്കെയാണ് ഇല്ലയെന്ന് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 4 ടെൻസിന് പാസീവ് വോയിസ് കാണില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനില്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനില്ല, ഫ്യൂച്ചർ കണ്ടിന്യൂസിനും ഇല്ല. ഇപ്പം നമ്മൾ 3 ടെൻസ് പഠിച്ചു കഴിഞ്ഞു പാസീവ് ഇല്ലാത്തത്. ഇനി 4ാമതൊരു ടെൻസും കൂടെ ഉണ്ട്. അത് ഇപ്പോഴേ പറഞ്ഞേക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞൊരു ടെൻസ് ഉണ്ട്, അതിലാണ് പാസീവ് വോയിസ് ഇല്ലാത്തത്. അത് ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് വളരെ ഉപയോഗിക്കാത്ത ഒരു ടെൻസാണ്. അത് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിക്കാം. അത് വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ്, ഒരു ടെൻസാണ്. അത് മലയാളത്തിലൊന്നും അങ്ങനെ പറയാറുമില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാണ്. ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ടെൻസ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു ഈവൻറ്റ്, ഇതിനെല്ലാം നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഇത് വളരെയധികം സംസാര ഭാഷയിലും കത്തിടപാടുകളിലൊക്കെ, സംസാര ഭാഷയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ്. വളരെ അധികം യൂസ്ഫുള്ളായിട്ടുള്ള ടെൻസാണ്. ഇതിന് പാസീവ് വോയിസ് ഇല്ല, അതും കൂടെ മനസ്സിലാക്കണം. 4 ടെൻസിന് പാസീവ് വോയിസ് ഇല്ല എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ഇടാം, അതിന് ഞാൻ മറുപടി നൽകുന്നതാണ്. സർവ്വതാ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞാൻ മറുപടി പറയാൻ. നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഏവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാതന്ത്ര്യദിനാശംസകൾ.